തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാർ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. നഗരസഭയിലെ നിയമന അഴിമതി. സാനിറ്ററി തൊഴിലാളികളുടെ നിയമന ലിസ്റ്റിൽ അഴിമതി ആരോപിച്ചാണ് നഗരസഭ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രധാനമായും എന്തൊക്കെ ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? നഗരസഭയ്ക്ക് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. നഗരസഭാ സെക്രട്ടറി ജഹാംഗീറിൻ്റെ ഓഫീസിന് മുന്നിൽ ആണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറായി ഈ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണ്. നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് ആണ് ഈ പ്രതിഷേധവുമായി ബി.ജെ.പി. കൗൺസിലർമാർ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുന്ന ഗുരുതരമായ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് സാനിറ്ററി തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ ലിസ്റ്റിൽ അപൂർണമായ രീതിയിൽ പേരുവിവരങ്ങളൊന്നും ഉൾപ്പെടുത്താതെയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലിസ്റ്റ് ഇത്തരത്തിൽ പേരുവിവരങ്ങൾ രേഖപ്പെടുത്താതെയുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ CPM-ൻ്റെ അണികളെ തിരികെ കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൻ്റെ പേരിൽ പൂർണ്ണമായ ലിസ്റ്റ്, അതായത് പേരുവിവരങ്ങൾ അടങ്ങിയ പൂർണ്ണമായ ഒരു ലിസ്റ്റ് തരണമെന്നത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. നമ്മോടൊപ്പം പ്രതിപക്ഷ കൗൺസിലർ പാർലമെന്ററി പാർട്ടി നേതാവ് M.R. ഗോപൻ കൂടി ചേരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ 1 മണിക്കൂറായി നഗരസഭയ്ക്ക് മുന്നിൽ സെക്രട്ടറിയുടെ മുന്നിൽ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഞങ്ങൾ 1-ാം തീയതി തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ 56 സാനിറ്റേഷൻ വർക്കേഴ്സിൻ്റെ വേക്കൻ്റ് ഉണ്ടായിരുന്നു. ആ വേക്കൻറ്റിനെ പാർട്ടി സഖാക്കളെ, CPM-ൻ്റെ സഖാക്കളെ മാത്രം അതിനകത്ത് തിരികെ കയറ്റിയുള്ള ഒരു ലിസ്റ്റ് കൊണ്ടുവന്നു. ആ ലിസ്റ്റിനകത്ത് പേര് മാത്രം കൊടുത്തിരിക്കുക. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കേണ്ടതായിട്ടുള്ള അവരുടെ പേര്, അവർക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുള്ള മാർക്ക്, അവരുടെ അഡ്രസ്സ്, അവർ എവിടെയാണോ താമസിക്കുന്നത് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ പാർട്ടിയുടെ സഖാക്കളെ പാർട്ടിയുടെ DC കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയ 403 ആളുകളിൽ നിന്ന് 56 പേരെ അവരുടെ പാർട്ടി സഖാക്കളെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിക്കുവാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് സെക്രട്ടറിയോട് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് സെക്രട്ടറി ഗവൺമെൻറ് ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങളിൽ നൽകിയത്.